ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഏതിനെ ആശ്രയിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തില് ക്രമേണ ഉയർന്നു ചെല്ലാൻ പറ്റും. അതാണ് മാടപ്പോത്തിനെ ഉപാസിച്ച ഒരു പരമഭക്തനെ നമുക്ക് ഓച്ചിറയിൽ ചെന്നാൽ കാണാം. ചാത്തൻ അദ്ദേഹം തന്റെ യജമാനായിരിക്കുന്ന തിരുമേനിയോട് ചോദിച്ചു. തിരുമേനി എപ്പോഴും പൂജയിലും അതേപോലെ തന്നെ വേദാന്ത പഠനത്തിലും എല്ലാത്തിലുമാണ്. രാവിലെ 3 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ മധ്യാഹ്നം വരെയും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് അദ്ദേഹത്തിന്റെ ഉപാസനകൾ. അപ്പോ ഈ ചാത്തൻ ചോദിച്ചു അദ്ദേഹത്തോട്, അദ്ദേഹം ദളിതനാണ് ഈ ചാത്തൻ, ചോദിച്ചു, അങ്ങ് ഉപാസിക്കുന്ന ആ ഭഗവാനെ എനിക്കും പരിചയപ്പെടുത്തി തരണോ, ആരാണത്? അപ്പോ ആ തിരുമേനി കളിയാക്കിയിട്ട് പറഞ്ഞു, അഘോർ തിരുമേനിയാണ്. അദ്ദേഹം കളിയാക്കിയിട്ട് പറഞ്ഞു, എടാ മാടപ്പോത്തിനെയാണടാ ഞാൻ ഉപാസിക്കുന്നത്. കാരണം അയാൾക്കറിയാം മാടപ്പോത്തിനെ അത് കാർഷിക വൃത്തിക്ക് ഉപയോഗിക്കുന്നതാണ്, ഭാരങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നതും ഒക്കെയാണ്. അതുകൊണ്ട് അങ്ങനെയങ്ങ് പറഞ്ഞു. അയാൾ മാടപ്പോത്തിനെ ഉപാസിക്കാൻ തുടങ്ങി. എന്താ, തന്റെ യജമാനൻ പറഞ്ഞു തന്നാണ്. അദ്ദേഹം ഇതിലെല്ലാം നല്ലവണ്ണം പരിചയമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞത് കളിയാക്കിയിട്ടാണെങ്കിലും ഈ വിദ്വാൻ അങ്ങേയറ്റം ഭക്തിയോടുകൂടി സ്വീകരിച്ചു. അതാണ് ഭക്തിയുടെ പ്രാധാന്യം. അതിനെ അങ്ങോട്ട് ശ്രദ്ധയോടുകൂടിയിട്ട് ഉപാസിക്കാൻ തുടങ്ങി. നിർഗുണ നിരാകാര ബ്രഹ്മം മാടപ്പോത്തായിട്ട് അഘോർ ചാത്തന്, അഘോർ മനക്കര് ജോലിക്കാരനാണ്, ആ ചാത്തന് പ്രത്യക്ഷമായി തീർന്നു. ഇത്രയും കാലമായിട്ട് തിരുമേനിക്ക് പ്രത്യക്ഷമായിട്ടില്ല, ചാത്തന് പ്രത്യക്ഷമായി തീർന്നു. അതാണ് എങ്ങനെ ഉപാസിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഉപാസനയ്ക്ക് പല മാർഗങ്ങളുണ്ട്. അതിലേത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കാം. ഏത് മാർഗമാണ് എന്നുള്ളത് അത്ര പ്രസക്തമൊന്നുമല്ല. ഏത് മാർഗം സ്വീകരിച്ചാലും അവിടെ എത്താം. പക്ഷേ എങ്ങനെ ഉപാസിക്കുന്നു എന്നുള്ള പ്രധാനം. അങ്ങേറ്റം ശ്രദ്ധയോടുകൂടി, അങ്ങേറ്റം ഭക്തിയോടുകൂടി. ശ്രദ്ധയുണ്ടെങ്കിൽ ഭക്തി ഉണ്ടാകും, ഭക്തി ഉണ്ടെങ്കിൽ ശ്രദ്ധയും ഉണ്ടാവും. രണ്ടും പരസ്പരം വേർപിരിക്കാൻ കഴിയാതെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. രണ്ട് തത്വങ്ങളാണ്, പക്ഷെ വേർപിരിക്കാൻ പറ്റാതെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ശ്രദ്ധാഭക്തികൾ ഉറച്ചതുകൊണ്ട് ചാത്തൻ അത് പ്രത്യക്ഷമായി തീർന്നു. അങ്ങനെ ഇരിക്കവെയാണ് തിരുമേനി തിരുവനന്തപുരത്തേക്ക് വരുന്നു. അപ്പോ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്റെ വിശ്വസ്തനും തനിക്ക് ഏറ്റവും പ്രിയങ്കരനുമായിട്ടുള്ള ചാത്തനും കൂടെ കൂട്ടി. ചാത്തനാണ് ഭാരമെല്ലാം എടുത്തുകൊണ്ട് വരുന്നത്. വലിയൊരു ഭാണ്ഡമാണ്. എത്ര വലിയ ഭാണ്ഡാനും ചാത്തൻ ചുമക്കും. അതുമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഓച്ചിറ പരബ്രഹ്മമൂർത്തി ക്ഷേത്രം നമുക്കറിയാം. അന്ന് ഈ പരബ്രഹ്മമൂർത്തി ക്ഷേത്രമൊന്നുമില്ല. നമുക്ക് ആ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഏറിയ പങ്കം കാടുകളാണ്, അങ്ങിങ്ങ ചില വീടുകൾ, കൃഷിയിടങ്ങൾ, അത്രയൊക്കെ ഉള്ളൂ. അവിടെ എത്തി. തിരുമേനിക്ക് വിശ്രമിക്കണം തോന്നി. തിരുമേനി വിശ്രമിച്ചു. അപ്പോ യാത്ര നടന്നു വരുമ്പോ തന്നെ ഇത്ര ക്ലേശം. അപ്പൊ ഇത്രയും ഭാരം കൊണ്ടുവരുമ്പോഴോ തിരുമേനി ചോദിച്ചു, ചാത്ത, നീ എങ്ങനെയാണ് ഇത്രയും ഭാരം കൊണ്ട് ഇങ്ങനെ നടക്കുന്നത്? ഇപ്പോഴും നിനക്കൊരു ക്ഷീണം തോന്നുന്നില്ലല്ലോ. അത് എനിക്ക് ഭാരം എടുക്കേണ്ട കാര്യമില്ല. നിനക്ക് ഭാരം എടുക്കേണ്ട കാര്യമില്ലേ? പിന്നെ നീയല്ലേ ഇത് എടുത്തുകൊണ്ട് വരുന്നത്? അയ്യോ, എനിക്ക് വേണ്ടിയിട്ട് അത് കൊണ്ടുവരാൻ ആളുണ്ട്. ആരാ അത്? അത് മാടപ്പോത്താണ്. മാടപ്പോത്തത് ചുവന്നു കൊണ്ടുവരും. അപ്പൊ തിരുമേനി ആദ്യം കരുതി
താൻ അന്ന് ഉപാസന ദേവതയെ കുറിച്ച് ചോദിച്ചപ്പോഴേക്കും താൻ കളിയാക്കി പറഞ്ഞു മാടപ്പത്തിനെ ഉപാസിച്ചോളൂ എന്ന്. അപ്പൊ അതിന് തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞതാണ് തിരുമേനി ആദ്യം കരുതി. പക്ഷെ ചാത്ത അങ്ങനെ പറയുന്ന ആളല്ല. ചാത്ത അങ്ങേറ്റത്തെ ഭക്തനാണ്. ഭഗവാനോട് ഭക്തിയുണ്ട്, തിരുമേനിയോട് ഭക്തിയുണ്ട്, ലോകത്തിലുള്ള എല്ലാവരോടും ഭക്തിയുണ്ട്. അതുകൊണ്ട് ചാത്തൻ ഒരിക്കലും കളി പറയില്ല. പിന്നെ തിരുമേനിക്ക് മനസ്സിലായി ചാത്തൻ കളി എന്നാ പറയണതെന്ന്. അപ്പോ ആ മാടപ്പത്തിനെ എനിക്കൊന്ന് കാണിച്ചു തരൂ. അപ്പൊ തിരുമേനിക്ക് കാര്യം മനസ്സിലായി. ഭഗവാൻ നിർഗുണ നിരാകാര ബ്രഹ്മം ഇതാ ചാത്തന് പ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. ചാത്തന് വേണ്ടിയിട്ട് എന്ത് ജോലിയും അദ്ദേഹം ചെയ്യും. ഈ ഭക്തിയോഗത്തിൽ നമ്മൾ കേൾക്കും, ഇതിനൊപ്പം കേട്ടു, അവർക്ക് വേണ്ടുന്നതെല്ലാം, നിത്യയുക്തന്മാരായിരിക്കുന്ന എന്റെ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ ചെയ്യും. ഒന്നും അങ്ങോട്ട് പറയേണ്ട കാര്യം പോലും ഇല്ല. അദ്ദേഹത്തിന് അറിയാം നമുക്കാളും വ്യക്തമായിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന്. അദ്ദേഹം അതങ്ങ് ചെയ്യും. അപ്പോ തിരുമേനിക്ക് ഉറപ്പായി, എനിക്ക് ഇത്രയും കാലത്തെ ഉപാസന കൊണ്ട് നടക്കാത്തത് ഇതാ ചാത്തന് മന്ത്രം അറിയില്ല, വേദം അറിയില്ല, പൂജാവിധികൾ അറിയില്ല, ഒന്നും അറിയില്ല. ആകെ അറിയുന്നത് കൃഷി കർമ്മം അറിയാം, തൻ്റെ ഇല്ലത്തിലെ കാര്യങ്ങളൊക്കെ അറിയാം, തനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സേവനങ്ങളൊക്കെ അയാൾക്കറിയാം. അത് മാത്രമേ അറിയാവൂ. അതൊക്കെ അയാള് അങ്ങനെ ഏറ്റവും ഭക്തിയോടുകൂടി ചെയ്യും. അത് മാത്രമേ ഉള്ളൂ. അതാണ് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. എന്ത് ചെയ്യുന്നു എന്നുള്ളത് രണ്ടാമത് വരുന്ന കാര്യമാണ്. അപ്പോ തിരുമേനി പറഞ്ഞു, എന്നാൽ എനിക്കും ഒന്ന് നിന്റെ ആ മാടപ്പത്തിനെ കാണിച്ചു തരുമോ? അതിനെന്താ? തിരുമേനി നോക്കണം, ഇതാ എന്റെ പുറകെ നിൽപ്പുണ്ട് മാടപ്പത്ത്. എന്റെ തലയ്ക്ക് മുകളിൽ നോക്കണം, ഇത് ആ കൊമ്പുകളൊക്കെ കാണാമല്ലോ, ആ കൊമ്പിന്റെ പുറത്താണ് ആ പാണ്ഡം ഇരിക്കണേ, എന്റെ തലയ്ക്ക് മുകളില്. അപ്പൊ തിരുമേനി നോക്കി, ഒന്നും കാണുന്നില്ല, യാതൊന്നും കാണുന്നില്ല. ചാത്ത ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ തിരുമേനി പറഞ്ഞു, ഞാനൊന്നും കാണുന്നില്ലല്ലോ ചാത്ത, എന്നാല് തിരുമനസ്സൊന്നും ചെയ്യണം, എന്നെ തൊട്ടോണ്ട് നോക്കണം. അപ്പോഴേക്കും ചാത്തന്റെ ആ ഏകാഗ്രമായ ആ ധ്യാനത്തിന്റെ ശക്തി, ആ ധ്യാനം അങ്ങ് വളർന്ന് 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 അത് സമാധിയുടെ ഉയർന്ന പടവുകളിലേക്ക് എത്തുന്നു. സവികൽപ്പ സമാധിയുടെ ഉയർന്ന ഉയർന്ന പടവുകളിലേക്ക് എത്തുന്നു. അപ്പോ ആ ചൈതന്യം അദ്ദേഹത്തെ തൊടുമ്പോഴേക്കും ആ ചൈതന്യം നേരെ തിരുമേനിയും ആ ഒരു തലത്തിലേക്ക് അങ്ങ് എത്തിക്കും. അതാണ് നമുക്ക് ഇത് വൈദ്യുതി കൊണ്ടുവരാനുള്ള ഉപകരണമാണ്. ഇതില് നമ്മളൊരു പ്ലഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബൾബിലേക്ക് മൈക്കിലേക്ക് വൈദ്യുതി കിട്ടും. ഇതുപോലെയുള്ളൂ. തിരുമേനി അങ്ങനെ ഒന്ന് തൊട്ടുകൊണ്ട് നോക്കിയപ്പോഴേക്കും ആ ചാത്തന്റെ തലയ്ക്ക് മുകളില് വലിയ രണ്ട് കൊമ്പ് കാണാം. അതിന്റെ മുകളിൽ ഇരിക്കുന്നു ഈ വലിയ ഭാണ്ഡം. ഒരു നിമിഷം കണ്ടു. തിരുമേനി എന്ത് ചെയ്തു? ആ മാടപ്പത്തിനെ തനിക്ക് വേണം. ഓടി അടുത്തോട്ട് ചെന്നിട്ട് അതിനെ പിടിക്കണം. ഈ ചാത്തന്റെ പുറകേക്കാണ് മാടപ്പത്ത്. അതിന്റെ അടുത്തോട്ട് ചെന്നിട്ട് അതിനെ പിടിക്കണമെന്നൊരു തിരുമേനി അങ്ങോട്ട് ചെന്നു. കാണുന്നില്ല. എന്താ? അത് വേഗത്തിൽ ഓടുന്നു. തിരുമേനി പുറകെ ഓടി. തൊട്ടടുത്ത് വലിയൊരു കാടുണ്ട്, അതിനകത്തും കയറി. പിന്നെ കണ്ടില്ല. ഏതായാലും ഒരു ദർശനം കിട്ടി. ആ കാടിപ്പോഴും കൊണ്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഉണ്ടിക്കാട് എന്ന് പറയും. ഈ കാട്ടിലുണ്ട് ആ ബ്രഹ്മവസ്തു. ഈ കാട്ടിലുണ്ട്. അവിടെ രണ്ട് ആൽത്തറകൾ. കിഴക്കേ ആൽത്തറ തിരുമേനിയുടെ സമാധി. ചാത്തന്റെ സേവനത്താൽ, ചാത്തന്റെ അനുഗ്രഹത്താൽ, ചാത്തന്റെ സഹായത്താൽ, അനുഗ്രഹത്താൽ ബ്രഹ്മ സാക്ഷാത്കാരം നേടിയ തിരുമേനിയുടെ സമാധി. പടിഞ്ഞാറേത് ചാത്തന്റെ സമാധി. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, ചാത്തന്റെ സമാധിക്കാണ്. അതേപോലെ ഉണ്ടിക്കാട് അതിന്റെ വടക്ക് വശത്തായിട്ട് കാണും. അതാണ് ഭക്തിയുടെ മഹത്വം. ഇത് നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഒന്നല്ല, രണ്ടല്ല, പത്തല്ല, നൂറല്ല, അനേകമുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മൾ അറിയുന്നു. ഈ ക്ഷേത്രം തന്നെ അങ്ങനെ ഒരു വലിയൊരു കഥയുടെ ഉത്ഭവസ്ഥാനമല്ലേ. പണ്ടിവിടെ ക്ഷേത്രമില്ലായിരുന്നു. 300 കൊല്ലം മുമ്പ് ഇവിടെ ക്ഷേത്രമില്ല. ആ അവസരത്തില് അന്ന് യുവരാജാവ് ആയിരിക്കുന്ന മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ സംഹരിക്കാൻ വേണ്ടിയിട്ട് 8 വീട്ടിൽ പിള്ളമാരും തമ്പിമാർക്ക് വേണ്ടിയിട്ടാണ് പിള്ളമാര് മാർത്താണ്ഡവർമ്മയെ കൊല്ലാൻ നടക്കുന്നത്. മാർത്താണ്ഡവർമ്മ നന്നേ ചെറുപ്പം. അദ്ദേഹത്തെ കൊല്ലാൻ നടക്കുമ്പോഴേക്കും ഇവരുടെ ആളുകൾക്ക്, വേൽക്കാർക്ക് മാർത്താണ്ഡവർമ്മയും അനുചരനുമായിട്ട് വേഷം മാറി ബ്രാഹ്മണ വേഷത്തിൽ പോകുമ്പോ തിരിച്ചറിയാൻ കഴിഞ്ഞു. അങ്ങനെ
അങ്ങ് തിരുവട്ടാറ് നിന്നിട്ട് ഓടി വരികയാണ്. ഓടി ഇങ്ങെത്തി. അവരടുത്തെത്തുന്ന ആയിപ്പോയി. അവരേറെ ഉണ്ട്. കുറെ ആളുകൾ മാത്രമാണെങ്കിൽ മാർത്താണ്ഡവർമ്മ മതി, അത്ര വലിയ അഭ്യാസിയാണ്. പക്ഷെ ഏറെ ആളുകളുണ്ട് കൂടെ. തന്റെ കൂടെ ഒരു അനുചരനേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം രക്ഷപ്പെടാൻ മാർഗമില്ലാതെ എന്താ വഴി നോക്കുമ്പോഴേക്കും ഒരു പയ്യൻ ഇവിടെ നിന്നിട്ട് ആ അമ്മച്ചിപ്പിലാവിന്റെ പൊത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. നമ്മളെല്ലാം ആ അമ്മച്ചിപ്പിലാവ് ഇലകളും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുള്ളവരാണ്. ഞാനും കണ്ടിട്ടുണ്ട്. വന്ന് അവിടെ ഒന്ന് തൊഴുതു. അന്ന് ആ പൊത്തെല്ലാം നല്ല ഭംഗിയായിട്ട് കാണാം. രണ്ടുപേർക്ക് അതിനകത്ത് ഇരിക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഇത്രയും പ്രായമായ അമ്മച്ചിപ്പിലാവ് പോയത്. ആ തറ ഇന്നും സംരക്ഷിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും വലിയ ദൃഷ്ടാന്തമായിട്ട് ഭക്തിയുടെ മഹിമയാണ് മാർത്താണ്ഡവർമ്മയുടെ. ആ യുവരാജാവിന്റെ, അന്ന് യുവരാജാവ്, അദ്ദേഹത്തിന്റെ ഉപാസ്യ ദേവത കൃഷ്ണനാണ്. അവരുടെ കുടുംബ ഭരദേവത പത്മനാഭനാണ്. ഉപാസ്യ ദേവത മാർത്താണ്ഡവർമ്മയ്ക്ക് ഇഷ്ടദേവത കൃഷ്ണനാണ്. ആ കൃഷ്ണനായിരുന്നു ഒരു ഇടയച്ചെറുക്കനായിട്ട് അവിടെ വന്നു നിന്ന് കാണിച്ചു കൊടുത്തത്. അദ്ദേഹം അതിനകത്ത് കയറിയിരുന്നു. കാട് പിടിച്ച പ്രദേശം, അദ്ദേഹം അതിനകത്ത് കയറിയിരുന്നു. എന്നിട്ട് ഈ പയ്യൻ വേറൊരു വഴിക്ക് ഓടി. അവിടെയുള്ള ചെടികളെല്ലാം അങ്ങോട്ട് മാർത്താണ്ഡവർമ്മ ഓടിയെന്ന് തോന്നൽ വരാൻ വേണ്ടിയിട്ട് ചെടികളെല്ലാം ചവിട്ടി ഓടിച്ചിട്ടും കൊണ്ട് പയ്യനങ്ങ് പോയി. വേൽക്കാർ വരുമ്പോഴത്തേക്കും അവിടെ ഒന്നും ആരെയും കാണുന്നില്ല. നോക്കിയപ്പോ ഒരു ദിശയിലേക്ക് ഓടിപ്പോയതിന്റെ അടയാളം കിടക്കുന്നു. അവൻ അതിലേ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടു വന്നു. അതാണ് എന്റെ ഭക്തന്മാരെ ഞാൻ രക്ഷിക്കും എന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ ഇതിനകത്ത് കേൾക്കും. അതിനുശേഷമാണ് മാർത്താണ്ഡവർമ്മ രാജാവായി കഴിഞ്ഞപ്പോ അദ്ദേഹം ഇവിടെ ആ പയ്യൻ വേറെ ആരുമല്ല വാസുദേവ കൃഷ്ണനാണ് എന്ന് പ്രശ്നത്തിൽ കൂടി തിരിച്ചറിഞ്ഞിട്ട്, നേരത്തെ തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉറപ്പുണ്ടായിരുന്നു, അദ്ദേഹം കൂടെ ഈ ക്ഷേത്രം പണിതത്. നമ്മുടെ ക്ഷേത്രങ്ങളിലിരിക്കുന്ന സങ്കേതങ്ങളെല്ലാം ഇതേപോലുള്ള അത്ഭുതകരമായ ഉപാസനയുടെ വിജയത്തെ, ഈശ്വര അനുഗ്രഹത്തെ സാക്ഷാത്കരിക്കുന്ന സ്ഥല വിശേഷങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയേറെ പ്രാധാന്യം വരുന്നത്. ഭഗവത് സാന്നിധ്യം ഇവിടെ നേരിട്ട് അറിഞ്ഞ ആളുകളുണ്ട് ഇതേപോലുള്ള എല്ലാ കേന്ദ്രങ്ങളിലും. അങ്ങനെ ഈ ലോകത്തില് ഏതൊരു വസ്തുവും ഭഗവാന്റെ തന്നെ വിഭൂതിയാണ്. ഭഗവാനിൽ ഉണ്ടായി ഭഗവാനിൽ നിലനിന്ന് ഭഗവാനിൽ ലയിക്കുന്നവയാണ്. ഭഗവാനല്ലാതെ ഒന്നുമില്ല. ഈ മേശയിലും നിറഞ്ഞു നിൽക്കുന്ന, അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ്. അത് നമ്മൾ 1 തൊട്ട് 9 വരെയുള്ള അധ്യായങ്ങളിലൂടെ നേരിട്ട് കണ്ടു. 10-ാം അധ്യായത്തില് നമ്മൾ വിഭൂതി യോഗത്തിലൂടെ നേരിട്ട് പഠിക്കുന്നു.